ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യ വിപ്ലവകാരിയായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. തൻ്റെ ബാല്യകാലം മുതൽ ഭഗത് സിംഗ് ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു. അക്രമരഹിതമായ സമരമാർഗത്തേക്കാൾ സായുധ പോരാട്ടത്തിന് മുൻഗണന നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ലയൻപൂർ ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സിഖ് കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സർദാർ കിഷൻ സിംഗ് ആയിരുന്നു. അമ്മ വിദ്യാവതിയായിരുന്നു. ഭാഗ്യമുള്ള കുട്ടി എന്നർത്ഥം വരുന്ന ഭഗോൺവാല എന്ന പേരിൽ നിന്നാണ് ഭഗത് സിംഗ് എന്ന പേരുണ്ടായത്. ഭഗത് സിംഗിൻ്റെ ബന്ധുക്കളിൽ ചിലർ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരായിരുന്നു. ചിലർ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ പടയാളികളായും ജോലി ചെയ്തിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സ്വഭാവവും ജീവിത രീതിയും ഭഗത് സിംഗിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിലാണ് അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭഗത് സിംഗിന് 12 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. നിരപരാധികൾ വെടിയേറ്റു വീണ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആളിക്കത്തി. 1920 മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ 13 വയസ്സിൽ ഭഗത് സിംഗ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായി. ചരിത്രവും രാഷ്ട്രതന്ത്രവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. ഗാന്ധിജിയുടെ അക്രമരഹിത സമരരീതികളോട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 5 ഭാഷകളിൽ പ്രാവീണ്യം നേടിയൊരു വ്യക്തിയായിരുന്നു ഭഗത് സിംഗ്. 1931 മാർച്ച് 23 ഇന്നത്തെ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന ലാഹോർ സെൻട്രൽ ജയിലിലാണ് ബ്രിട്ടീഷ് ഭരണകൂടം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. സുഖദേവ്, രാജ്ഗുരു എന്നിവരെ ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റിയിരുന്നു. എന്നാൽ തലമുറകൾ ഏറെ കഴിഞ്ഞിട്ടും ഭഗത് സിംഗിൻ്റെ ജീവത്യാഗം നാം ആദരവോടെ സ്മരിക്കുന്നു. 21കാരനായ ജോൺ സൗണ്ടർ എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിലാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ജെയിംസ് സ്കോട്ടിനെ വധിക്കാൻ മൂവരും പദ്ധതിയിട്ടിരുന്നു. ജെയിംസ് സ്കോട്ടാണ് തെറ്റിദ്ധരിച്ചാണ് ഭഗത് സിംഗും കൂട്ടരും ജോൺ സോണ്ടേഴ്സിനെ വധിച്ചത്. 1929 ഭഗത് സിംഗ് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കെട്ടിടത്തിൽ ബോംബെറിഞ്ഞു. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിനെതിരായ പ്രതിഷേധമായിരുന്നു ഇത്. തുടർന്ന് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭഗത് സിംഗ് പോലീസിന് മുമ്പിൽ കീഴടങ്ങി. ജയിലിൽ ഭഗത് സിംഗ് പോരാട്ടം തുടർന്നു. ജയിലിൽ ബ്രിട്ടീഷ് ഭരണകൂട ഇന്ത്യൻ തടവുകാരോട് വിവേചനപരമായി പെരുമാറുന്നതിൽ അസ്വസ്ഥനായ ഭഗത് സിംഗ് ഇതിനെതിരെ ശബ്ദമുയർത്തി. രാഷ്ട്രീയ തടവുകാരായ തങ്ങൾക്ക് ജയിലിൽ കഴിയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളും പുസ്തകങ്ങളും പത്രങ്ങളും ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ തടവുകാർക്ക് മോശം ഭക്ഷണവും ജീവിത സൗകര്യങ്ങളുമാണ് ലഭിച്ചിരുന്നത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഭഗത് സിംഗ് നിരാഹാര സമരം ആരംഭിച്ചു. ഭഗത് സിംഗിൻ്റെ നിരാഹാര സമരം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകി. ഭഗത് സിംഗിൻ്റെ പോരാട്ട വീര്യ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആത്മവിശ്വാസം നൽകി. സഹതടവുകാരനായ ജതിൻ രാജിനൊപ്പമായിരുന്നു ഭഗത് സിംഗിൻ്റെ നിരാഹാര സമരം. 1929 സെപ്റ്റംബറിൽ ജതിൻ രാജ് മരിച്ചതോടെയാണ് ഭഗത് സിംഗിൻ്റെ സമരം അവസാനിപ്പിച്ചത്. 1931 മാർച്ച് 23 രാത്രി ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരുടെ വധശിക്ഷ നടപ്പിലാക്കി. തൂക്കിലേറ്റുമ്പോൾ വെറും 23 വയസ്സ് മാത്രമായിരുന്നു ഭഗത് സിംഗിൻ്റെ പ്രായം. ചെറിയ പ്രായത്തിൽ ജാലിയൻവാലാബാഗ് സംഭവവും അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നു. ബ്രിട്ടീഷ് രാജിനെതിരെ ആയുധമെടുക്കണമെന്ന് കുട്ടിക്കാലം മുതൽ ഭഗത് സിംഗ് തീരുമാനിച്ചിരുന്നു. ഭഗത് സിംഗ് ഒരു വായനക്കാരനും എഴുത്തുകാരനുമായിരുന്നു. സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ, കമ്മ്യൂണിസം എന്നീ വിഷയങ്ങളിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. മരണത്തിന് ശേഷവും ദേശീയ പ്രസ്ഥാനത്തിലുടനീളം ഭഗത് സിംഗ് വലിയ ആവേശമായി നിലകൊണ്ടു. ഈ കാലഘട്ടത്തിലും അദ്ദേഹം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. കഴുമരത്തിന് മുമ്പിലും പതറാതെ, മുഖം കറുത്ത തുണി കൊണ്ട് മൂടാൻ അനുവദിക്കാതെ, ഇൻക്ലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തകരട്ടെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് സധൈര്യം മരണം വരിച്ചു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സൃഷ്ടിച്ച വിപ്ലവകാരികളിൽ ഭഗത് സിംഗ് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ആദ്യമെത്തുക. അത്യുത്സാഹിയായ വായനക്കാരനും എഴുത്തുകാരനുമായ ഭഗത് സിംഗ് കൊളോണിയൽ ശക്തിക്കെതിരെ പേന ആയുധമാക്കുകയായിരുന്നു. രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗിന് വിപ്ലവത്തിൻ്റെ വിത്തുകൾ ജനിക്കും മുമ്പേ ആത്മാവിൽ അലിഞ്ഞു ചേർന്നിരുന്നു.